മുടിയില്ലാത്തവൻ്റെ വിഷമം ശരിക്കും പറഞ്ഞാൽ മുടിയില്ലാത്തവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. തീരാത്തത്ര കടപ്പാടുണ്ട് ഡോക്ടർ ഗജാനൻ ജാദവ് സാറിനോട്. കാരണം ഞാനും എൻ്റെ കുടുംബവും, കാരണം ഞാനിന്ന് ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മക്കളും കൂടെ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മാത്രമേ അറിയാവൂ, എൻ്റെ വിഷമം. ഡെൻസിറ്റിയിൽ ഒരു മാസത്തിലൊരിക്കൽ ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അറിഞ്ഞ് നറുക്കെടുപ്പിലൂടെ തന്നെ അത് സെലക്ട് ചെയ്യുകയും അപ്പം ഞാൻ ഇന്ന് സർജറിക്കായിട്ട് ഇവിടെ ഡെൻസിറ്റിയിൽ വന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് മനീഷ്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസം. എൻ്റെ ഫ്രീ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇന്ന് ഏകദേശം ഒരു 7 മാസം ആവാൻ പോവുകയാണ്. മാർച്ച് 17-ാം തീയതിയാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. അപ്പോൾ കൊച്ചിയിലെ ഡെൻസിറ്റിയിൽ ഡോക്ടർ ഗജാനൻ ജാദവ് സാറായിരുന്നു എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. എനിക്ക് ഫ്രീ ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്ന എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എൻ്റെ ഡെൻസിറ്റിയിൽ ഡോക്ടർ ഗജാനൻ ജാദവ് സാറിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഒരുപാട് നാൾ ഞാൻ ക്യാപ്പ് യൂസ് ചെയ്ത് നടന്ന വ്യക്തിയാണ്. കാരണം ആരുടെ മുന്നിലും പോയി എനിക്ക് ക്യാപ്പ് മാറ്റി അവരെ ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് അത്ര ഒരു മനസ്സിനൊരു എന്തൊന്നും പറയാം, ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മടിയായിരുന്നു. ഇപ്പം ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബൈക്കിൽ പോകുമ്പോൾ ക്യാപ്പൊന്നും വയ്ക്കാതെ വണ്ടി ഓടിക്കണമെന്ന്. ഇപ്പം ഞാൻ മിക്കവാറും ഹെൽമെറ്റ് മിക്കവാറും വയ്ക്കും. പക്ഷേ എങ്കിൽ അടുത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ക്യാപ്പൊന്നും വയ്ക്കാതെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മുടി എന്നുള്ളത്. അതെനിക്ക് സാധിച്ചു തന്ന എൻ്റെ ഡോക്ടർ ഗജാനൻ ജാദവ് സാറിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം എൻ്റെ വീടിൻ്റെ ലോണും കാര്യങ്ങളും ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കൂടെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ മുടിയില്ലാതെ ജീവിതകാലം മൊത്തവും മുന്നോട്ട് പോവേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് വേണ്ടി എന്നെ സഹായിച്ച അവിടെയുള്ള എല്ലാ ഡോക്ടറിനും അവിടെയുള്ള എല്ലാ എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം എനിക്കിപ്പോൾ എല്ലാവരുടെ മുന്നിൽ പോകാനും ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് മുടിയില്ല എന്നുള്ള ഒരു ഇതൊന്നുമില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഡോക്ടർ ഗജാനൻ ജാദവ് സാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, ആദ്യത്തെ 1 മാസം വരെ ഞാൻ നല്ല കെയർ കൊടുത്തായിരുന്നു മുടിക്ക്. അപ്പോൾ മെഡിസിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മിനോക്സിൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ കൂടുതലും എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മുടിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ ശരിക്കും കിട്ടുന്ന, ജീവിതകാലം മൊത്തം നമ്മൾ ഇത് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാനും പറ്റും. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അത്ര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് എൻ്റെ വിഷമങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ജീവിതം തന്നെ മറിച്ച് തന്ന ദൈവങ്ങളോടും എല്ലാം ഞാൻ നന്ദി പറയണം. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും 12 മാസമാണ്, 1 വർഷമാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പോൾ 7 മാസം ആയതേ ഉള്ളൂ എൻ്റെത്. എന്തായാലും ഒരു 5 മാസത്തിൻ്റെ ഒരു റിസൾട്ട് കൂടെ വരാനുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യും.
എനിക്ക് ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ.